ലേൺ വിത്ത് ലൂവിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷിൻ്റെ 5th യൂണിറ്റ് ഓണസ്റ്റി പേസ് എന്ന പാഠത്തിലെ ആക്ടിവിറ്റീസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് വരാം. ഫസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കിവിടെ ഒരു പോയം കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് റീഡ് എ പോയം ആൻഡ് റിസൈറ്റ് സോ മെനി ജോബ്സ്. Farmers plant and reap the crops. Tailors stitch the clothes for tops. Doctors heal the weak and ill. Dancers dance for us to chill. Artists draw and paint with flair. Pilots fly the planes in the air. Workers do their jobs with pride. All are equal in their stride. അപ്പോൾ എന്താണ് ഈ പോയത്തിൽ പറഞ്ഞിരിക്കുന്നത്? സോ മെനി ജോബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് ജോലികൾ. നമുക്കറിയാം ഒരുപാട് തരത്തിലുള്ള ജോലി ഉണ്ടല്ലേ, ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫാർമേഴ്സ് പ്ലാന്റ് ആൻഡ് റീപ്പ് ദ ക്രോപ്സ്. ഫാർമേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഫാർമേഴ്സ് എന്ന് പറഞ്ഞാൽ കർഷകർ എന്താണ് ചെയ്യുന്നത്? പ്ലാന്റ് ആൻഡ് റീപ്പ് ദ ക്രോപ്സ്. അവർ കൃഷി അല്ലെങ്കിൽ ക്രോപ്സ് വിളകൾ നടുകയും അതുപോലെ തന്നെ അത് വിളഞ്ഞു കഴിയുമ്പോൾ കൊയ്യുകയും ചെയ്യുന്നില്ലേ, കൃഷി ചെയ്യുന്നു. ടൈലേഴ്സ് സ്റ്റിച്ച് ദ ക്ലോത്ത്സ് ഫോർ ടോപ്സ്. ടൈലേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? തയ്യൽക്കാർ എന്താണ് ചെയ്യുന്നത്? അവർ തുണി തയ്ക്കുന്നത് അല്ലേ. ഡോക്ടേഴ്സ് ഹീൽ ദ വീക്ക് ആൻഡ് ഇൽ. ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ, നമുക്കറിയാം അല്ലേ. നമുക്ക് അസുഖമൊക്കെ വരുമ്പോൾ നമ്മൾ ആരുടെ അടുത്താണ് പോകുന്നത്? ഡോക്ടർമാരുടെ അടുത്താണ് പോകുന്നത്. അവരെന്താ ചെയ്യുന്നത്? വീക്ക് ആൻഡ് ഇൽ, അവശരായവരെ, രോഗങ്ങളുള്ളവരെയൊക്കെ അവർ സുഖപ്പെടുത്തുന്നു. ഡാൻസേഴ്സ് ഡാൻസ് ഫോർ us ടു ചിൽ. ഡാൻസേഴ്സ് എന്താ ചെയ്യുന്നത്? ഡാൻസേഴ്സ് ഡാൻസ് ചെയ്യുന്നു, നമ്മളെ സന്തോഷിപ്പിക്കുന്നു അല്ലേ. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ഉല്ലാസം പകരുന്നു അല്ലേ, നമ്മളെ സന്തോഷിപ്പിക്കുന്നു. ആർട്ടിസ്റ്റ് ഡ്രോ ആൻഡ് പെയിൻറ്റ് വിത്ത് ഫ്ലെയർ. ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? കലാകാരന്മാർ. അവരെന്ത് ചെയ്യുന്നു? പല നിറങ്ങളിൽ അവരെന്ത് ചെയ്യും? ചിത്രം വരയ്ക്കുന്നു. പൈലറ്റ്സ് ഫ്ലൈ ദ പ്ലെയിൻസ് ഇൻ ദി എയർ. പൈലറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? വിമാനം പറത്തുന്നവരല്ലേ. അപ്പോൾ പൈലറ്റ്സ് ആകാശത്തുകൂടി വിമാനത്തുകൂടി വിമാനം പറത്തുന്നു. വർക്കേഴ്സ് ഡു ദെയർ ജോബ്സ് വിത്ത് പ്രൈഡ്. അപ്പം ജോലിക്കാരൊക്കെ എങ്ങനെയാണ് ജോലി ചെയ്യുന്നത്? അഭിമാനത്തോടെ അവർ ജോലി ചെയ്യുന്നു. ഓൾ ആർ ഈക്വൽ ഇൻ ദെയർ സ്ട്രൈഡ്. എല്ലാവരും അവരവരുടെ ജോലിയിൽ തുല്യരാണ് അല്ലെങ്കിൽ ഒരുപോലെയാണ് എന്ന് പറയുമ്പോൾ ചില ജോലി, ഇപ്പോൾ ഡോക്ടറിൻ്റെ ജോലി, ഫാർമറിൻ്റെ ജോലി രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ജോലികളാണ്. പക്ഷേ ജോലിയിൽ എല്ലാവരും തുല്യരാണ്, ഒരേപോലെയാണ്. എല്ലാവരുടെയും ജോലി ഒരേപോലെയാണ്. എല്ലാത്തിനും വിലയുണ്ട്, പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു പോയത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ ചില ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. വിച്ച് ആർ ദ ജോബ്സ് മെൻഷൻഡ് ഇൻ ദ പോയം. ഈ പോയത്തിൽ പറഞ്ഞിട്ടുള്ള ജോബ്സ് ഏതൊക്കെയാണ്? ഒന്ന് ഫാമിംഗ് അല്ലേ, ഫാമിംഗ് ഉണ്ട്. ടൈലറിങ്, അതുപോലെ ഡോക്ടറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലേ. ട്രീറ്റിംഗ് പേഷ്യൻസ്, പിന്നെ ഡാൻസിങ്, പെയിൻറ്റിങ്, പിന്നെന്താണ് ഫ്ലൈയിങ് പ്ലെയിൻസ്. ഇതൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ജോലികൾ. ഹാവ് യു സീൻ പീപ്പിൾ ഡൂയിങ് ദീസ് ജോബ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ആളുകൾ ഈ ജോലികൾ ചെയ്യുന്നത് നിങ്ങൾ ഉണ്ടോ? നെയിം ദ ടൂൾസ് യൂസ്ഡ് ഫോർ ദീസ് ജോബ്സ്. ഈ ജോലിക്ക് ആവശ്യമായിട്ടുള്ള ടൂൾസ് ഏതൊക്കെയാണ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ടൂൾസാണ്? ഇപ്പം നമ്മൾ ഡോക്ടറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡോക്ടറിന് ഏതൊക്കെ ടൂൾസാണ് ആവശ്യം? സ്റ്റെതസ്കോപ്പ് വേണം അല്ലേ. ഫാർമറിൻ്റെ കാര്യം പറയുകയാണെങ്കിലോ ഫാർമറിന് ഫാമിങ്ങിന് ആവശ്യമായിട്ട് ഇപ്പം ഷവൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആവശ്യമാണ്. പെയിൻറ്ററിനാണെങ്കിലോ പെയിൻറ്ററിന് ക്യാൻവാസും ബ്രഷസും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ അത് നമുക്ക് എഴുതാം. നമുക്കിനി അടുത്തൊരു ആക്ടിവിറ്റി അത് വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോകാം. ആക്ടിവിറ്റി 1. റീഡ് ദ ഫോളോയിങ് ലൈൻസ്. ഫാമേഴ്സ് പ്ലാന്റ് ആൻഡ് റീപ്പ് ദ ക്രോപ്സ്. ടൈലേഴ്സ് സ്റ്റിച്ച് ദ ക്ലോത്ത്സ് ഫോർ ടോപ്സ്. അപ്പോൾ ഇതിലെ വേർഡ്സ് ഹിയർ ക്രോപ്സ് ആൻഡ് ടോപ്സ് ആർ റൈമിംഗ് വേർഡ്സ്. എന്താണ് റൈമിംഗ് വേർഡ്സ്? റൈമിംഗ് വേർഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു വാക്ക്, അതായത് വാക്ക് എൻഡ് ചെയ്യുമ്പോൾ ഒരേ സൗണ്ടിൽ എൻഡ് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താണ് റൈമിംഗ് വേർഡ്സ്? ഒരേ സൗണ്ടിൽ എൻഡ് ചെയ്യുന്ന വേർഡ്സ് അല്ലെങ്കിൽ ഒരേ ശബ്ദത്തിൽ അവസാനിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്.
അപ്പോൾ ഒരേ സൗണ്ടിൽ അവസാനിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ ഒരേ സൗണ്ടിൽ എൻഡ് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് പറഞ്ഞേക്കുന്നത് അല്ലേ. അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് റൈമിംഗ് വേർഡ്സ്? ആദ്യത്തത് രണ്ടെണ്ണം ഇവിടെ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ക്രോപ്സ്, ഒരെണ്ണം ക്രോപ്സ്, പിന്നെ ഒരെണ്ണം ഏതാണ്? ടോപ്സ്. അപ്പോൾ ഇത് രണ്ടും റൈമിംഗ് വേർഡ്സ് ആണ്. കാരണം എന്താ? അത് എൻഡ് ചെയ്യുന്നത് ഓപ്സ്, ടോപ്സ്, ക്രോപ്സ് എന്ന് പറയുമ്പോൾ ഒരേ സൗണ്ടിലാണ് അത് അവസാനിക്കുന്നത് അല്ലേ. അടുത്ത നമുക്ക് ഏത് വേർഡ് പറയാം? ഇൽ, അതുപോലെ തന്നെ ചിൽ. അപ്പോൾ ഇത് രണ്ടും അടുത്തൊരു പെയറാണ്. അപ്പോൾ രണ്ടെണ്ണമായി. ഇനി അടുത്ത ഏത് പറയാൻ പറ്റും? ഫ്ലെയർ, എയർ. അപ്പോൾ 3 വേർഡ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഒന്ന് പറഞ്ഞേ. പ്രൈഡ്, സ്ട്രൈഡ്. 4 വേർഡ്സായി. അപ്പോൾ ഇതൊക്കെ റൈമിംഗ് വേർഡ്സ് ആണ്. അപ്പോൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ സൗണ്ടിൽ അവസാനിക്കുന്ന എൻഡ് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ആക്ടിവിറ്റി 2ലേക്ക് വന്നേ. Here are the pictures of some workers and their tools. Match them with their tools. ഇവിടെ ചില വർക്കേഴ്സും അവരുടെ ടൂൾസിൻ്റെയും പിക്ചർ കൊടുത്തിട്ടുണ്ട്. വർക്കേഴ്സിനെ അവിടെ കാണാൻ പറ്റും, അവരുടെ ടൂൾസും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ വർക്കേഴ്സിനെയും അവരുടെ ടൂളുമായിട്ട് നമുക്ക് മാച്ച് ചെയ്യണം. ഒരെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആരാണ്? ബാർബറിന് ടൂൾ എന്തൊക്കെയാണ്? ഒരു ടൂൾ അവരുടെ കയ്യിൽ ഇരിപ്പുണ്ട്, കോമ്പാണ്. അടുത്തൊരു ടൂൾ എന്ന് പറയുന്നത് സിസേഴ്സാണ്. അപ്പോൾ അതിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ആരാണ്? അടുത്ത് നോക്കിക്കേ. ഇവിടെ പ്ലംബർ ഉണ്ടല്ലേ. പ്ലംബറിന് ഏത് ടൂളാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്? ഈ ടൂളാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി അടുത്തത് സ്വീപ്പർ. സ്വീപ്പറിന് എന്താണ് ആവശ്യം? ക്ലീൻ ചെയ്യണം അല്ലേ. ക്ലീൻ ചെയ്യണമെങ്കിൽ ബ്രൂം ആവശ്യമാണ്, ഈ ചൂല് ആവശ്യമാണ്. അടുത്തത് പെയിൻറ്റർ. പെയിൻറ്ററിനോ ബ്രഷ് വേണം അല്ലേ. പെയിൻറ്റിങ് ബ്രഷ് വേണം. നെക്സ്റ്റ് വൺ കാർപ്പൻറ്റർ. കാർപ്പൻറ്ററിന് എന്താണ് വേണ്ടത്? ഈ ടൂളാണ് അല്ലേ, മുറിക്കാനായിട്ടല്ലേ. അടുത്തത് ഡോക്ടർ. ഡോക്ടറിനോ സ്റ്റെതസ്കോപ്പ്, ഈ ടൂളാണ് ആവശ്യം. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടൂൾസായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് പേജിലേക്ക് വന്നേ. മേക്ക് എൻ ആൽബം യൂസിങ് പിക്ചേഴ്സ് ഓഫ് ജോബ്സ് ആൻഡ് ടൂൾസ്. ജോബ്സും ടൂൾസും അതിൻ്റെ പിക്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്ത് ഒരു ആൽബം ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടറിൻ്റെ എന്താണ്? ഡോക്ടറിൻ്റെത് സ്റ്റെതസ്കോപ്പാണ്. അപ്പോൾ അതുപോലെ ഇതൊരു ആൽബം ആയിട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് പെയിൻറ്ററിൻ്റെ ആണെങ്കിൽ എന്താണ്? ബ്രഷ് വരും അല്ലേ. ഇപ്പോൾ പെയിൻറ്റർ എന്ന് എഴുതിയിട്ട് നമുക്കിവിടെ ബ്രഷ് വരും. അപ്പോൾ അത് നമുക്കിവിടെ എഴുതാം. പെയിൻറ്റർ, ബ്രഷ്. അപ്പോൾ ഇതുപോലെ ഓരോരുത്തരുടെയും ടൂളും ജോബും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പേരുടെ ഇവിടെ എഴുതാം. പെയിൻറ്ററിന് ബ്രഷ് വേണം. പെയിൻറ്ററിന് പെയിൻറ്റ് ചെയ്യും. നമ്മുടെ വീടൊക്കെ പെയിൻറ്റ് ചെയ്യുമ്പോൾ അതിനെന്താ ആവശ്യമായിട്ടുള്ളത്? ബ്രഷ് വേണം അല്ലേ. പെയിൻറ്റ് വേണം, ബ്രഷ് വേണം. നെക്സ്റ്റ് വൺ ടീച്ചർ. ടീച്ചറിന് ബ്ലാക്ക് ബോർഡ്, ടെക്സ്റ്റ് ബുക്ക്. ഇനി ബാർബറിന് എന്താണ് ആവശ്യമായിട്ടുള്ളത്? കോമ്പ്, സിസേഴ്സ്. സ്വീപ്പർ, മോപ്പ്, ബ്രൂം. ആർട്ടിസ്റ്റ് പെയിൻറ്റ് ആൻഡ് ബ്രഷ് വേണം, ക്യാൻവാസ് വേണം. ഇത്രയാണ് ജോബ്സും ടൂൾസും ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊരു ആൽബം ആയിട്ട് ചെയ്യുക. അതായത് പെയിൻറ്ററിൻ്റെ ഫോട്ടോ, അതുപോലെ പിക്ചറും, അതുപോലെ ബ്രഷും ടൂളും ഏതൊക്കെയാണെന്നുള്ളത്. അപ്പം ഓരോ ജോബും അവരുടെ ടൂളും ഏതാണെന്നുള്ളത് ഒരു ആൽബം പോലെ നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾക്ക് റെഡിയാക്കാം. അടുത്ത ഒരെണ്ണം നോക്കിക്കേ. ഫിൽ ദി ഫോളോയിങ് ടേബിൾ. ജോബ്സ്, വാട്ട് ഡു ദേ ഡു. ഓരോ ജോബ്സും അവരെന്താണ് ചെയ്യുന്നതെന്നുള്ളതും. ഡോക്ടർ എന്താ ചെയ്യുന്നത്? ട്രീറ്റ്സ് ദ പേഷ്യൻറ്റ്, രോഗികളെ ചികിത്സിക്കുന്നു അല്ലേ. ടീച്ചർ എന്താ ചെയ്യുന്നത്? ഡോക്ടർ ചെയ്യുന്നത് എന്താണ്? ട്രീറ്റ്സ് ദ പേഷ്യൻസ്. ടീച്ചറോ? ടീച്ചേഴ്സ് സ്റ്റുഡൻസ്, കുട്ടികളെ പഠിപ്പിക്കുന്നു. പെയിൻറ്റർ എന്താ ചെയ്യുന്നത്? പെയിൻറ്റ് ബിൽഡിങ്സ് ആൻഡ് വാൾസ്. ഇനി സ്വീപ്പറോ? ക്ലീൻസ് പ്ലേസസ്. അപ്പോൾ നമുക്കിവിടെ എഴുതാം. അപ്പോൾ ടീച്ചർ സ്റ്റുഡൻസ്, പെയിൻറ്റർ പെയിൻറ്റ്സ് ബിൽഡിംഗ് ആൻഡ് വാൾ, സ്വീപ്പർ ക്ലീൻ പ്ലേസസ്. നെക്സ്റ്റ് പേജിലേക്ക് വന്നേ. ആക്ടിവിറ്റി 3. റൈറ്റ് എ റൈം ലൈക്ക് ദ വൺസ് ഗിവൺ ബിൽ. ഇവിടെ റൈംസ് എഴുതിയിട്ടുണ്ട്. ഇതുപോലെ നമ്മളുടെ അടുത്തൊരു റൈം എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ് റൈംസ്? ഫസ്റ്റ് റൈം നോക്കിക്കേ. I am a teacher in the town. All day long I teach my kids. It's my job, that's what I do. It's the job that I like to do.
അപ്പോൾ എന്താ പറഞ്ഞേ? ഐ ആം എ ടീച്ചർ ഇൻ ദ ടൗൺ. ഞാൻ ടൗണിലെ ഒരു ടീച്ചറാണ്. ഓൾ ഡേ ലോങ് ഐ ടീച്ച് മൈ കിഡ്സ്. എല്ലാ ദിവസം മുഴുവൻ ഞാൻ എന്ത് ചെയ്യുന്നു? കുട്ടികളെ പഠിപ്പിക്കുന്നു. ഇറ്റ്സ് മൈ ജോബ് ദാറ്റ്സ് വാട്ട് ഐ ഡു. അതാണ് എൻ്റെ ജോലി. ഇറ്റ്സ് ദ ജോബ് ദാറ്റ് ഐ ലൈക്ക് ടു ഡു. എനിക്ക് ആ ജോലി ചെയ്യാൻ ഇഷ്ടവുമാണ്. ഇനി അടുത്ത് നോക്കിക്കേ, ടൈലർ എന്താ പറഞ്ഞിരിക്കുന്നത്? ഐ ആം എ ടൈലർ ഇൻ ദ ടൗൺ. ഓൾ ഡേ ലോങ് ഐ സ്റ്റിച്ച് എ ഗൗൺ. ഇറ്റ്സ് മൈ ജോബ് ദാറ്റ്സ് വാട്ട് ഐ ഡു. ഇറ്റ്സ് ദ ജോബ് ദാറ്റ് ഐ ലൈക്ക് ടു ഡു. ഞാൻ ടൗണിലെ ഒരു ടൈലറാണ്. എല്ലാ ദിവസം മുഴുവൻ ഞാൻ എന്ത് ചെയ്യുന്നു? തുണികൾ തയ്ക്കുന്നു. ഇറ്റ്സ് മൈ ജോബ്, അതെൻ്റെ ജോലിയാണ്. ദാറ്റ്സ് വാട്ട് ഐ ഡു, ഞാൻ ചെയ്യുന്നത് അതാണ് എൻ്റെ ജോലി. ഇറ്റ്സ് ദ ജോബ് ദാറ്റ് ഐ ലൈക്ക് ടു ഡു, അതാണ് എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ജോലിയും. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ റൈം നമുക്ക് എഴുതാൻ പറ്റും, എളുപ്പം എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാൻ പറ്റുന്നത്? നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു റൈമിൻ്റെ എല്ലാ ലൈൻസും ഒന്ന് ശ്രദ്ധിച്ചേ. ആദ്യത്തെ ലൈനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഐ ആം എ, ഇവിടെ എന്താ പറഞ്ഞത്? ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത എന്താ? ഐ ആം എ ടൈലർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ രണ്ട് വേർഡ്സാണ് ഡിഫറെൻ്റ് അല്ലേ? എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രമുള്ള വ്യത്യാസം. ഇനി അതുപോലെ എന്ത് ചെയ്യുന്നു എന്നുള്ളതും. അടുത്ത ലൈൻ നോക്കിക്കേ, ഓൾ ഡേ ലോങ് ഐ ടീച്ച് മൈ കിഡ്സ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഇവിടെ കണ്ടോ, ഓൾ ഡേ ലോങ് ഐ സ്റ്റിച്ച് ഗൗൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചെയ്യുന്ന ജോലി എന്താണെന്നുള്ളതും അതുപോലെ ആ ജോലിയുടെ പേരുമാണ് ഇതിൽ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആക്ടിവിറ്റിയിലൊക്കെ ഓരോ ജോലിയും ഇനി അത് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതി. അതുകൊണ്ട് നമുക്ക് ഇത് എഴുതാനായിട്ട് എളുപ്പമാണ്. ഇപ്പോൾ നമ്മൾ സ്വീപ്പറാണ് എടുക്കുന്നതെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലൈൻ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ഫസ്റ്റ് ലൈൻ ഇവിടെ നോക്കുക. ഇത് പറയുന്നത് എന്താണെന്നറിയാമോ? നമുക്ക് നമ്മുടെ എക്സാമിനും ഇതുപോലെ നമുക്ക് റൈംസ് എഴുതാനായിട്ട് ചോദിക്കും. അപ്പോൾ ഇതുപോലെ നമുക്കൊരു മാതൃക തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കി നമുക്ക് എങ്ങനെ എളുപ്പം നമുക്കൊരു റൈം എഴുതാൻ പറ്റുന്നതെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് എഴുതാം. ആദ്യം എന്താണ് അപ്പോൾ എഴുതേണ്ടത്? നമ്മൾ എടുത്തിരിക്കുന്ന ജോലി എന്ന് പറയുന്നത് സ്വീപ്പറാണ്. അത് മനസ്സിൽ പിടിക്കുക. സ്വീപ്പറാണ് നമ്മൾ എടുത്തിരിക്കുന്ന ജോലി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഐ ആം എ, ബാക്കി ലൈൻസ് നോക്കിക്കേ. ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ ഇവിടെ എന്താണ് തുടങ്ങുന്നത്? ഐ ആം എ ടീച്ചർ ഇൻ ദ ടൗൺ. അതുപോലെ ഇവിടെ ഐ ആം എ ടൈലർ ഇൻ ദ ടൗൺ. നമ്മൾ എടുത്തിരിക്കുന്ന ജോബ് എന്താണ്? സ്വീപ്പർ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ഐ ആം എ സ്വീപ്പർ ഇൻ ദ ടൗൺ. നമുക്ക് ആ ലൈൻ എഴുതാം. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതിയല്ലേ, ഐ ആം എ സ്വീപ്പർ ഇൻ ദ ടൗൺ. ഇനി അടുത്ത ലൈൻ എന്താണെന്ന് നോക്കിക്കേ. ഓൾ ഡേ ലോങ് ഐ ടീച്ച് മൈ കിഡ്സ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഇപ്പുറത്തോ ഓൾ ഡേ ലോങ് ഐ സ്റ്റിച്ച് എ ഗൗൺ. അപ്പം നമ്മളെടുത്ത ജോലി എന്താണ്? സ്വീപ്പർ എന്നുള്ള ജോലിയാണ്. അപ്പം ഓൾ ഡേ ലോങ് വരെ നമുക്ക് എഴുതാം അല്ലേ? അത് രണ്ടിടത്തും ഒരുപോലെ. അപ്പോൾ ഓൾ ഡേ ലോങ്. ഇനി എന്താ നമ്മൾ ചെയ്യുന്നത്? ടീച്ചർ എന്താ ചെയ്യുന്നത്? ടീച്ച് മൈ കിഡ്സ് ആയിരുന്നു. ടൈലർ എന്താ ചെയ്യുന്നത്? സ്റ്റിച്ച് എ ഗൗൺ ആയിരുന്നു. സ്വീപ്പർ എന്താ ചെയ്യുന്നത്? ക്ലീൻസ് പ്ലേസസ്. അപ്പം നമുക്കിവിടെ എന്ത് എഴുതാൻ പറ്റും? ഓൾ ഡേ ലോങ് ഐ ക്ലീൻ പ്ലേസസ്. അപ്പോൾ ആ ഒരു ലൈൻ നമ്മൾ എഴുതി, ഓൾ ഡേ ലോങ് ഐ ക്ലീൻ പ്ലേസസ്. ഇനി ബാക്കിയുള്ള രണ്ട് ലൈൻസും സെയിം ആണ്. അതുപോലെ തന്നെ അതെടുത്ത് എഴുതുക. ഇറ്റ്സ് മൈ ജോബ് ദാറ്റ്സ് വാട്ട് ഐ ഡു. ഇറ്റ്സ് ദ ജോബ് ദാറ്റ് ഐ ലൈക്ക് ടു ഡു. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാ ബാക്കിയുള്ള ജോബ്സിൻ്റെ ഒക്കെ എഴുതാൻ പറ്റും. ഡോക്ടറിൻ്റെ എഴുതാൻ പറ്റും, ആർട്ടിസ്റ്റിൻ്റെ എഴുതാൻ പറ്റും, പെയിൻറ്ററിൻ്റെ എഴുതാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ എഴുതാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒന്ന് എഴുതി ശ്രമിച്ച് നോക്കണേ. ഇല്ലെങ്കിൽ നിങ്ങളിത് തന്നെ നോക്കി എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വേറൊരു ജോബ് നിങ്ങൾ ഇതുപോലെ എഴുതി ഒന്ന് ശ്രമിച്ച് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എഴുതേണ്ടതെന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ. ഇനി അടുത്തത് ആക്ടിവിറ്റി 4ലേക്ക് വരാം. മാച്ച് ദ വേർഡ്സ് മേക്ക് പെയർസ്. ഇവിടെ വേർഡ് പെയർ ഉണ്ടാക്കാൻ, മാച്ച് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വാക്കുകൾ തമ്മിൽ മാച്ച് ചെയ്യാൻ. ഫസ്റ്റ് വൺ, ബോട്ട്മാൻ. ബോട്ട്മാൻ എന്ന ജോബ് ഏത് വെഹിക്കിളുമായി ബന്ധപ്പെട്ടതാണ്? ഏതുമായിട്ടാണ് കണക്റ്റ് ആവുന്നത്? ബോട്ട്മാൻ ഏതാണ്? ബോട്ടാണല്ലേ. അപ്പോൾ ഇവിടെ ബോട്ട്മാൻ എന്നുള്ളത് ബോട്ടുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്തു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡ്രൈവർ. ഡ്രൈവർ എന്താണ്? ഏത് വെഹിക്കിളാണ് ഓടിക്കുന്നത്? ഡ്രൈവർ ബസ്സാണ്. അപ്പോൾ നമ്മൾ ബസ്സുമായിട്ട് മാച്ച് ചെയ്തു. നെക്സ്റ്റ് വൺ പൈലറ്റ്. പൈലറ്റ് ഏതാണ്? എയർക്രാഫ്റ്റ്. അടുത്തത് പൈലറ്റാണ്, എയർക്രാഫ്റ്റ്. ലോക്കോ പൈലറ്റ് ഏതാണ്? ട്രെയിൻ. ട്രെയിനുമായിട്ട് മാച്ച് ചെയ്തു. ലോക്കോ പൈലറ്റ് ട്രെയിൻ. ക്യാപ്റ്റൻ എന്തിൻ്റെയാണ്? ഷിപ്പിൻ്റെ ആണ് ക്യാപ്റ്റൻ. അതുകൊണ്ട് നമ്മൾ ഷിപ്പുമായിട്ട്
മാച്ച് ചെയ്തു. നെക്സ്റ്റ് വൺ നോക്കിക്കേ, ആക്ടിവിറ്റി 5ലേക്ക് വന്നേ. ഡ്രോ ആൻഡ് സ്പീക്ക്. ഡ്രോ ആൻഡ് സ്പീക്ക്, വരച്ച് അതിനെക്കുറിച്ച് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ഒരു സ്റ്റെതസ്കോപ്പാണ്. ഐ ക്യാൻ ടെസ്റ്റ് യുവർ ഹാർട്ട് ബീറ്റ്. എനിക്ക് നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്ത് എന്തെഴുതാൻ പറ്റും? ഏത് ടൂളാണ് നിങ്ങൾ എഴുതാനായിട്ട് പോകുന്നത്? ഓക്കെ, ഞാനിവിടെ ബ്രൂം എടുക്കുകയാണ്, ചൂല്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ എനിക്കിവിടെ കൊടുത്തിട്ടുണ്ട്, ബ്രൂം. ആ ബ്രൂമിൻ്റെ പിക്ചർ എന്ത് ചെയ്യുക? ഇവിടെ നമ്മൾ ബ്രൂമിൻ്റെ പിക്ചർ വരയ്ക്കുക. ഇവിടെ ബ്രൂമിൻ്റെ പിക്ചർ വരയ്ക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, ഞാൻ എന്താ എഴുതാൻ പോകുന്നറിയാമോ? ഐ ക്യാൻ ക്ലീൻ യുവർ ഹൗസസ്. ഞാൻ ക്ലിയർ ആയിട്ട് എഴുതാം. അപ്പോൾ ബ്രൂം പറയുന്നത് എന്താണ്? ഐ ക്യാൻ ക്ലീൻ യുവർ ഹൗസ്. എനിക്ക് നിങ്ങളുടെ ഹൗസ് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. പെയിൻറ്റിങ് ബ്രഷാണ് നെക്സ്റ്റ്. പെയിൻറ്റിങ് ബ്രഷ് എന്താണ് പറയുന്നത്? ഐ ക്യാൻ മേക്ക് യുവർ ഹൗസ് ബ്യൂട്ടിഫുൾ. എനിക്ക് നിങ്ങളുടെ ഹൗസ് ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് കഴിയും. നെക്സ്റ്റ് ആക്ടിവിറ്റി 6 നോക്കിക്കേ. ദ ഫാമർ നറേറ്റഡ് ദ ഹോൾ സ്റ്റോറി ടു ദ കിങ്, കംപ്ലീറ്റ് ഇറ്റ്. ഫാമർ കിങ്ങിൻ്റെ അടുത്ത് കഥ മുഴുവൻ പറഞ്ഞു അല്ലേ? അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് എങ്ങനെയാണ് തുടങ്ങിയത്? ഐ ആം എ ഫാമർ. ഞാനൊരു ഫാമറാണ്. ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് ഐ ഏൺഡ് ഇനഫ് ടു ബൈ എ ഗോൾഡ് കോയിൻ. ഒരുപാട് നാളത്തെ കഠിനാധ്വാനത്തിന് ശേഷം ഞാൻ എന്ത് ചെയ്തു? ഒരു ഗോൾഡ് കോയിൻ വാങ്ങാനായിട്ട് ഉള്ള പൈസ ഞാൻ ഏൺ ചെയ്തു. പിന്നീട് എന്താണ് സംഭവിച്ചത്? അദ്ദേഹം എന്ത് ചെയ്തു? ആൻഡ് അതെന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ ഒൺലി സേവിങ്സ് ആയിരുന്നു അല്ലേ? ഇറ്റ് വാസ് ആൻഡ് ഐ ബോട്ട് എ ഗോൾഡ് കോയിൻ. ഞാനൊരു ഗോൾഡ് കോയിൻ മേടിച്ചു. അതിൻ്റെ സേവിങ്സ് ആയിരുന്നു, ഒരേ ഒരു സേവിങ്സ്, ആകെയുള്ളൊരു സേവിങ്സ് മാത്രമായിരുന്നു. സോ ഐ ഡിസൈഡഡ് ടു ഹൈഡ് ഇറ്റ് സംവെയർ. അതുകൊണ്ട് എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു അല്ലേ? അദ്ദേഹം എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് അദ്ദേഹം എന്താ ചെയ്തത്? പാലസ് വോളിൽ ഒരു ബ്രിക്ക് ഉണ്ടായിരുന്നു, അവിടെ അത് ഹൈഡ് ചെയ്ത് വെക്കാനായിരിക്കും സേഫ് എന്ന് ചിന്തിച്ച് അവിടെ ഹൈഡ് ചെയ്തു അല്ലേ? പക്ഷേ എന്തു പറ്റി? ഇപ്പോൾ എൻ്റെ വൈഫിന് കാർണിവൽ കാണണം, അതുകൊണ്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? അവളെ എനിക്ക് കാർണിവലിന് കൊണ്ടുപോകണം. അതുകൊണ്ട് എൻ്റെ ഗോൾഡ് കോയിൻ എനിക്കിപ്പോൾ തിരിച്ചു വേണം. ഇതായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതൊന്ന് എഴുതിയാലോ? അപ്പോൾ ഇനി നമുക്ക് എഴുതിയതൊന്ന് വായിച്ചാലോ? I am a farmer. After many years of hard work, I earned enough to buy a gold coin. I bought one that was my only savings for the future. So I decided to hide it somewhere. I came near the palace wall and found a loose brick on it. I thought it was a safe place to hide my coin. I took the loose brick out and kept the gold coin in the gap. Then I placed the brick back. Now my wife wants to see the carnival. I don't have any money. My wife never demanded anything till now. I wish to take her to the carnival, so I came to take back my gold coin. Activity 7. Every day you work like a horse, but your pockets are always empty, his wife said. The farmer left the house without uttering a word. What may be his thoughts right down. അപ്പം ഈ ഫാമറിൻ്റെ വൈഫ് പറഞ്ഞല്ലോ, എല്ലാ ദിവസവും നിങ്ങൾ ഒരു കുതിരയെ പോലെ ജോലി ചെയ്യുകയാണ്. ബട്ട് യുവർ പോക്കറ്റ്സ് ആർ ഓൾവേസ് എംറ്റി. നിങ്ങളുടെ പോക്കറ്റ് പക്ഷേ എംറ്റി ആണ്. പക്ഷേ അപ്പോൾ ഫാർമർ ഒരു വാക്ക് പോലും പറയാതെ അവിടെ നിന്നും പോയി. വാട്ട് മേ ബി ഹിസ് തോട്ട്സ്. എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ തോട്ട്സ്? അപ്പോൾ അതെന്താണെന്ന് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയായിരിക്കും അദ്ദേഹം അപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവുക? എന്തായിരിക്കും അദ്ദേഹം ഓർത്ത് കാണും? വൈഫ് പറഞ്ഞത് ശരിയാണ്. കാരണം എന്താ? എല്ലാ ദിവസവും ഞാനൊരു കുതിരയെപ്പോലെ ജോലി ചെയ്യുകയാണ്, പക്ഷേ എൻ്റെ പോക്കറ്റ് എംറ്റി ആണ്. കാരണം എന്താ? വൈഫിന് എന്തറിയില്ല? എൻ്റെ കയ്യിൽ ഗോൾഡ് കോയിൻ ഉള്ള കാര്യം അറിയില്ല. ഇതുവരെയും വൈഫ് എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ? അപ്പം എന്തായാലും എനിക്ക് അവളുടെ ഈ ആഗ്രഹം സാധിച്ചു കൊടുത്തേ പറ്റുകയുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഗോൾഡ് കോയിൻ എന്നാൽ തിരിച്ചെടുക്കാം, അതുകൊണ്ട് അത് ഇന്ന് തന്നെ പോയി എടുക്കാം എന്നൊക്കെ ആയിരിക്കും അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കത് എഴുതാം. ആദ്യം എന്തായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക? വൈഫ് പറഞ്ഞത് ശരിയാണ്. വാട്ട് മൈ വൈഫ് സെഡ് ഈസ് കറക്റ്റ്. പിന്നെ എന്താ നമുക്ക് എഴുതാൻ പറ്റും? എവറി ഡേ ഞാൻ എന്ത് ചെയ്യുകയാണ്? ഒരു കുതിരയെ പോലെ ജോലി ചെയ്യുകയാണ്. എവറി ഡേ ഐ വർക്ക് ലൈക്ക് എ ഹോഴ്സ്, ബട്ട് മൈ പോക്കറ്റ്സ് ആർ ഓൾവേസ് എംറ്റി. എൻ്റെ പോക്കറ്റ് എപ്പോഴും എംറ്റി ആണ്. ഇത്രയും നമുക്ക് ആദ്യം എഴുതാം. അപ്പോൾ അത് നമ്മൾ എഴുതി. വാട്ട് മൈ വൈഫ് സെഡ് ഈസ് കറക്റ്റ്. എവറി ഡേ ഐ വർക്ക് ഹാർഡ് ലൈക്ക് എ ഹോഴ്സ്.
പിന്നെന്താണ് ബട്ട് മൈ പോക്കറ്റ്സ് ആർ ഓൾവേസ് എംറ്റി. ഇനി അടുത്ത അദ്ദേഹം എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഗോൾഡ് കോയിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? എന്താ, എൻ്റെ വൈഫിന് ഗോൾഡ് കോയിനെ പറ്റി അറിയില്ല. മൈ വൈഫ് അറിയില്ല അല്ലേ, ഡസൻറ്റ് നോ എബൌട്ട് ദ ഗോൾഡ് കോയിൻ. ആ ഗോൾഡ് കോയിനെ പറ്റി എൻ്റെ വൈഫിന് അറിയില്ല. അത് നമുക്ക് എഴുതാം. സോ അതിൻ്റെ ബാക്കി എന്താണ്? മൈ വൈഫ് ഡസൻറ്റ് നോ അബൌട്ട് ദ ഗോൾഡ് കോയിൻ. ഷീ നെവർ ഡിമാൻഡഡ് എനിത്തിങ് ടിൽ ദിസ് ഡേ. സോ ഐ ഹാവ് ടു ടേക്ക് ഹർ ടു ദ കാർണിവൽ. ഐ ഹാവ് വൺ വേ, ദാറ്റ് ഈസ് ടു ടേക്ക് ദ ഗോൾഡ് കോയിൻ ബാക്ക്. ഐ വിൽ ഗോ നൗ ഇറ്റ് സെൽഫ്. ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് പോകട്ടെ. ആക്ടിവിറ്റി 8 നോക്കിക്കേ. എന്താണ് ആക്ടിവിറ്റി 8 പറഞ്ഞിരിക്കുന്നത്? The guards took the farmer to the king. What would be the conversation between the king and the farmer? ഗാർഡ്സ് ഫാമറിനെ കിങ്ങിൻ്റെ രാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ രാജാവും നമ്മുടെ ഫാമറും തമ്മിലുള്ള കോൺവെർസേഷൻ എന്തായിരിക്കും? ഫസ്റ്റ് ഇവിടെ രാജാവ് ചോദിക്കുന്നുണ്ട്, ഹു ആർ യു, നീ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫാമർ എന്തായിരിക്കും പറയുന്നത്? ഞാനൊരു ഫാമറാണ്. ഐ ആം എ ഫാമർ ലിവിങ് നിയർ ദ പാലസ്. അല്ലെങ്കിൽ ഐ ലിവ് നിയർ ദ പാലസ്. ഞാൻ ഈ പാലസിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇവിടെ ഈ കോൺവെർസേഷൻ ഒന്ന് എഴുതാം. അപ്പോൾ നമുക്ക് കോൺവെർസേഷൻ ഒന്ന് വായിക്കാം. കിങ് ചോദിച്ചു, ഹു ആർ യു? ഫാമർ, ഐ എം എ ഫാമർ, ഐ ലിവ് നിയർ ദ പാലസ്. കിങ് ചോദിക്കുകയാണ്, വൈ ഡിഡ് യു റൺ അവേ? ഫാമർ എന്താ പറയുന്നത്? സോറി യുവർ മാജസ്റ്റി, ഐ വാസ് ഫ്രൈറ്റൻഡ്. കാരണം ഞാൻ പേടിച്ചു പോയി. ക്ഷമ ചോദിക്കുകയാണല്ലേ. കിങ്, ദെൻ വാട്ട് വർ യു ഡൂയിങ് ദെയർ? അപ്പോൾ നീ അവിടെ എന്ത് ചെയ്യുകയായിരുന്നു? ഫാമർ എന്താ പറയുന്നത്? യുവർ മജസ്റ്റി, ഐ ബോട്ട് എ ഗോൾഡ് കോയിൻ വിത്ത് ഓൾ മൈ സേവിങ്സ്. ഐ കെപ്റ്റ് ദാറ്റ് കോയിൻ ഇൻ എ ഗ്യാപ്പ് ഇൻ ദ പാലസ് വോൾ. പാലസ് വോളിലെ ഗ്യാപ്പിലാണ് ഞാനതെടുത്ത് വെച്ചത്. അപ്പോൾ കിങ് ചോദിക്കണം, വൈ യു ഹൈഡ് ഇറ്റ് ദെയർ ഇൻ ദ പാലസ് വോൾ? പാലസ് വോളിൽ എന്തിനാ കൊണ്ട് നീ ഹൈഡ് ചെയ്ത് വെച്ചത്? അപ്പോൾ ഫാമർ എന്ത് പറയും? ബിക്കോസ് ഐ തോട്ട് ഇറ്റ് വാസ് എ സേഫ് പ്ലേസ്. അപ്പോൾ കിങ് എന്ത് പറയും? ഓക്കെ, ഐ വിൽ ഗീവ് യു അനദർ ഗോൾഡ് കോയിൻ, ടേക്ക് ഇറ്റ് ആൻഡ് ഗോ ഹോം. ഞാൻ വേറൊരു ഗോൾഡ് കോയിൻ തരാം, അതും എടുത്തുകൊണ്ട് നീ വീട്ടിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞു. ആക്ടിവിറ്റി 9 നോക്കിക്കേ. എന്താണ് ആക്ടിവിറ്റി 9? ദ ഫാമർ ആൻഡ് ഹിസ് വൈഫ് വെൻറ്റ് ടു ദി കാർണിവൽ. ഫാമറും ഫാമറിൻ്റെ വൈഫും കൂടി കാർണിവലിന് പോയി. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് ദ സീൻ. ഈ പിക്ചർ നോക്കിയിട്ട് ആ ഒരു കാർണിവലിൻ്റെ സീൻ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാം. അപ്പോൾ എന്താണ് നമുക്ക് ഈ പിക്ചറിൽ കാണാൻ കഴിയുന്നത്? മെനി പീപ്പിൾ ആർ എൻജോയിങ് ദ ഫെസ്റ്റിവൽ. ഒരുപാട് ആളുകൾ ഈ ഫെസ്റ്റിവൽ എൻജോയ് ചെയ്യുന്നുണ്ട്. ആൻ എലിഫൻറ്റ് ഈസ് വാക്കിംഗ് ത്രൂ ദ ക്രൗഡ്. ആ ആളുകൾക്കിടയിലൂടെ ഒരു എലിഫൻറ്റ് നടന്നു പോവുകയാണ്. എ മാൻ ആൻഡ് എ ഗേൾ ഈസ് സിറ്റിംഗ് ഓൺ ദി എലിഫൻറ്റ്. എലിഫൻറ്റിൻ്റെ പുറത്തൊരു പെൺകുട്ടിയും ഒരാളും ഇരിപ്പുണ്ട്. എ വെൻഡർ ഈസ് സെല്ലിംഗ് സ്നാക്സ് ടു ദ വിസിറ്റേഴ്സ്. വരുന്നവർക്ക് അവിടെ ഒരു കടക്കാരനോടെ സ്നാക്സ് ഒക്കെ വിൽക്കുന്നുണ്ട്. ചിൽഡ്രൻ ആർ ഹോൾഡിംഗ് ബലൂൺസ് ആൻഡ് ടോയ്സ്. കുട്ടികൾ ബലൂൺസും ടോയ്സും ഒക്കെ പിടിച്ചിട്ടുണ്ട്. എ ജയൻറ്റ് വീൽ ഈസ് സ്പിന്നിങ് ഇൻ ദി ബാക്ക്ഗ്രൗണ്ട്. പുറകിലൊരു വലിയ വീൽ സ്പിൻ ചെയ്യുന്നുണ്ട്. പീപ്പിൾ ആർ സ്മൈലിംഗ് ആൻഡ് ഹാവിങ് ഫൺ. ആളുകൾ ഒരുപാട് ചിരിച്ച് വളരെ സന്തോഷത്തിലാണ്. ദ പ്ലേസ് ഈസ് കളർഫുൾ ആൻഡ് ഫുൾ ഓഫ് എക്സൈറ്റ്മെൻറ്റ്. ഈ പ്ലേസ് വളരെ കളർഫുള്ളാണ്, അതുപോലെ തന്നെ ആളുകളെല്ലാം നല്ല എക്സൈറ്റഡ് ആണ്, ആവേശത്തിലാണ്. ഇനി ആക്ടിവിറ്റി 10 എന്ന് പറയുന്നത് പിക്ചർ കളർ ചെയ്യാനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിച്ചുകൊണ്ട് ഈ പിക്ചറിന് നിങ്ങൾക്ക് കളർ ചെയ്യാം. ആക്ടിവിറ്റി 11 നോക്കിക്കേ. പിക്കപ്പ് ദ പാർട്സ് ഓഫ് ദ സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ്. സ്റ്റോറിയിൽ നിന്ന് പാർട്സ് ഓഫ് സെൻറ്റൻസ് ഉപയോഗിച്ച് ബാക്കി സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താ? ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് എന്തായിരുന്നു? ഹി ഏൺഡ് ഇനഫ് ടു ബൈ എ ഗോൾഡ് കോയിൻ. ടെക്സ്റ്റിൽ സ്റ്റോറിയിലുണ്ട്. സ്റ്റോറിയിൽ നിന്നും കണ്ടെത്തി ബാക്കി സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് വൺ, എ ഫാമർ ലിവ്ഡ് ഇൻ എ എന്തായിരുന്നു? വില്ലേജ് നിയർ ദ പാലസ്. നമുക്കിത് എഴുതി പോകാം. അപ്പോൾ ബാക്കി സെൻറ്റൻസ് നോക്കിക്കേ. മൂന്നാമത്തെ എന്താണ്? ദ കിങ് സ്റ്റാർട്ടഡ് ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് കോയിൻസ് ഹി ഓഫേർഡ്. അടുത്തത്, കെയർഫുള്ളി ഹി കെപ്റ്റ് ദ ഗോൾഡ് കോയിൻ ഇൻ ദ ഗ്യാപ്പ് ആൻഡ് പ്ലേസ് ദ ബ്രിക്ക് ബാക്ക്. ഫിഫ്ത്ത് വൺ, ദ സോൾജേഴ്സ് ചേസ് ദ ഫാമർ, കോട്ട് ഹിം ആൻഡ് ടുക്ക് ഹിം ടു ദ കിങ്. സിക്സ്ത് വൺ, ഓ ഇറ്റ്സ് എ കാർണിവൽ, ഐ വിഷ് ഐ കുഡ് സീ ഇറ്റ്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, അറേഞ്ച് ദ സെൻറ്റൻസസ് ഇൻ ദി കറക്റ്റ് ഓർഡർ ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ യുവർ നോട്ട്ബുക്ക്. ഇത് കറക്റ്റ് ഓർഡറിലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് സെൻറ്റൻസ് എന്താണ്? എ ഫാമർ ലിവ്ഡ് ഇൻ എ വില്ലേജ് നിയർ ദ
പാലസ്. ഇതാണ് ഫസ്റ്റ് സെൻറ്റൻസ്. രണ്ടാമത്തെ എന്താണ്? ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് ഹി ഏൺഡ് ഇനഫ് ടു ബൈ എ ഗോൾഡ് കോയിൻ. അടുത്തത് എന്താണ്? തേർഡ് വൺ എന്ന് പറയുന്നത് കെയർഫുള്ളി ഹി കെപ്റ്റ് ദ ഗോൾഡ് കോയിൻ ഇൻ ദ ഗ്യാപ്പ് ആൻഡ് പ്ലേസ് ദ ബ്രിക്ക് ബാക്ക്. ഫോർത്ത് വൺ ഏതാണ്? ഓ ഇറ്റ്സ് എ കാർണിവൽ ഐ വിഷ് ഐ കുഡ് സീ ഇറ്റ്. ഫിഫ്ത്ത് വൺ ഏതാണ്? ദ സോൾജിയേഴ്സ് ചേസ്ഡ് ദ ഫാമർ. ഈ സെൻറ്റൻസ് ആണ് ഫിഫ്ത്ത് വൺ. ദ കിങ് സ്റ്റാർട്ടഡ് ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് കോയിൻസ് ഹി ഓഫേർഡ്. ഇതാണ് സിക്സ്ത് വൺ. അപ്പോൾ ഈ ഒരു ഓർഡറിൽ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഈ സെൻറ്റൻസ് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആക്ടിവിറ്റി 12 നോക്കിക്കേ. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ്. സെൻറ്റൻസ് വായിച്ചിട്ട് സ്യൂട്ടബിൾ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് സെൻറ്റൻസ് ഫില്ല് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫോളോയിങ് സെൻറ്റൻസസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ നോക്കിക്കേ. എ ഫാമർ ലിവ്ഡ് ഇൻ എ വില്ലേജ്. ഹീ വാസ് വർക്കിംഗ് ഹാർഡ്. അപ്പോൾ ഇവിടെ എന്താ? ഹി വാസ് ഹാർഡ് വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താ ചെയ്തത്? ഫാർമർ എന്നുള്ള വേർഡ് അല്ലേ, ഈ വേർഡ് ഫാർമർ എന്നുള്ള ഈ വാക്കിന് പകരം ഏത് വേർഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? ഹീ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ഇനി അടുത്ത് നോക്കിക്കേ. ഹി ലുക്ക്ഡ് അറ്റ് ദ കോയിൻ. ദ കോയിൻ, ഈ കോയിന് പകരം ഇറ്റ് വാസ് ഷൈനിങ്. ഇറ്റ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത്. അപ്പോൾ ഒരു ആളെയാണ് നമ്മളിപ്പോൾ ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ, ഒരാണ് ആണെങ്കിൽ നമ്മൾ ഏത് വേർഡ് ഉപയോഗിക്കും? നമുക്ക് ഹി എന്ന് ഉപയോഗിക്കാം ആ വേർഡിന് പകരം അടുത്തൊരു സെൻറ്റൻസ് എഴുതുമ്പം. ഇനി ഒരു സാധനമാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഇറ്റ് എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കും. ഇനി ഒരു കൂട്ടം ആളുകളാണ്, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കേ. ദ ഗാർഡ്സ് കോട്ട് ഹിം. ദ ഗാർഡ്സ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. അപ്പോൾ പകരം ഏത് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ദേ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഹി എന്ന് പറഞ്ഞാൽ അവൻ, ഇറ്റ് എന്ന് പറഞ്ഞാൽ അത്, ദേ എന്ന് പറഞ്ഞാൽ അവർ. അടുത്ത നോക്കിക്കേ. ദ കിങ് സോ ദ ഫാമർ. ഏത് വാക്കാണ് മാറ്റി എഴുതേണ്ടത്? ദ കിങ്. ദ കിങ്ങിന് പകരം ഏത് വാക്ക് ഉപയോഗിക്കും? കിങ് എന്ന് പറയുന്നത് ഒരു പുരുഷനാണ്, ആണാണ്. അപ്പോൾ നമ്മൾ ഏത് വേർഡ് ഉപയോഗിക്കും? ഹീ. എന്താണ്? ഹീ എന്ന വാക്ക് നമുക്കിവിടെ ഉപയോഗിക്കാം. ഹീ വണ്ടേർഡ്. നെക്സ്റ്റ് വൺ എന്താണ്? ദ ഗാർഡ്സ് ചേസ് ദ ഫാമർ ഡാഷ് ബ്രോട്ട് ഹിം ടു ദ കിങ്. അപ്പോൾ ഏത് വാക്ക് ഉപയോഗിക്കും നമ്മൾ? ദ ഗാർഡ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകളുണ്ട്, അതിന് നമ്മൾ ഏത് വാക്കാണ് ഉപയോഗിക്കുന്നത്? ദേ ബോട്ട് ഹിം ടു ദ കിങ്. അപ്പോൾ ഇവിടെ ദേ എന്ന വേർഡ് വേണം എഴുതാൻ. നെക്സ്റ്റ് വൺ. ദ ഫാമേഴ്സ് വൈഫ് വാസ് ആംഗ്രി ഡാഷ് സ്കോൾഡഡ് ഹിം. ഫാമേഴ്സ് വൈഫ് എന്ന് പറയുമ്പോൾ അതെന്താണ്? ഒരു ഗേൾ ആണ് അല്ലെ, സ്ത്രീയാണ്. അപ്പോൾ പുരുഷനാണെങ്കിൽ, ആണാണെങ്കിൽ നമ്മൾ ഹീ എന്ന വാക്ക് ഉപയോഗിക്കും. വൈഫ് എന്ന് പറയുമ്പോൾ അതൊരു സ്ത്രീ, ലേഡി ആയതുകൊണ്ട് നമ്മൾ ഏത് വേർഡ് ഉപയോഗിക്കും? ഷീ എന്ന വേർഡ് ഉപയോഗിക്കും. ഷീ സ്കോൾഡഡ് ഹിം. ഓക്കെ. ദ കിങ് സോ ദ ഫാമർ ഹി വണ്ടേർഡ്. ദ ഗാർഡ്സ് ചേസ് ദ ഫാമർ ദേ ബ്രോട്ട് ഹിം ടു ദ കിങ്. അടുത്തത് ദ ഫാമേഴ്സ് വൈഫ് വാസ് ആംഗ്രി ഷീ സ്കോൾഡഡ് ഹിം. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റീഡ് ആൻഡ് റിജോയ്സ് ആണ്. ഹാർഡ് വർക്ക് കൗണ്ട്സ്. ഇതാ കണ്ടോ, ഇവിടെ ഒരു സ്റ്റോറിയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഹാർഡ് വർക്ക് കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? കഠിനാധ്വാനം അല്ലേ. കഠിനാധ്വാനം. കൗൺസ് എന്ന് പറഞ്ഞാൽ അതിന് വിലയുള്ളത് അല്ലെങ്കിൽ വിലമതിക്കപ്പെടുന്നു എന്നുള്ളതാണ്. വൺസ് ദേ ലിവ്ഡ് എ റെഡ് ഹെൻ. ഷി വാസ് ഹാർഡ് വർക്കിംഗ് ബട്ട് ഹർ ഫ്രണ്ട്സ് ദ കൗ, ദ ഡോഗ് ആൻഡ് ദ പിഗ് വെർ വെരി ലേസി. ഒരു റെഡ് ഹെൻ ഉണ്ടായിരുന്നു. റെഡ് ഹെൻ വളരെ കഠിനാധ്വാനിയായിരുന്നു. പക്ഷേ അവളുടെ ഫ്രണ്ട്സായ കൗവും ഡോഗും പിഗും ഒക്കെ ഭയങ്കര മടിയുള്ളവരായിരുന്നു. വൺ ഡേ ഷീ ഗോട്ട് സം വീറ്റ്. ഒരിക്കലും അവൾക്ക് കുറച്ച് വീറ്റ് കിട്ടി. വീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോതമ്പ്. ഷീ വാണ്ടഡ് ടു മേക്ക് എ കേക്ക്. അവൾക്കൊരു കേക്ക് ഉണ്ടാക്കാനായിട്ട് തോന്നി. ഷീ ആസ്ക്ഡ് ഹർ ഫ്രണ്ട്സ് ഫോർ ഹെൽപ്പ് ബട്ട് ദേ ഡിഡ്ന്റ് ഹെൽപ്പ്. അവൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചെങ്കിലും അവർ സഹായിച്ചില്ല. സോ ദ ഹെൻ ഗ്രൗണ്ട് ദ വീറ്റ് ആൻഡ് മെയ്ഡ് ദ ഫ്ലോർ ഇറ്റ് സെൽഫ്. അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു? അവൾ തന്നെ ഗോതമ്പ് പൊടിച്ചെടുത്തു. മീൻ വൈൽ ഹർ ഫ്രണ്ട്സ് പ്ലേഡ് വിത്ത് ഗാഡ്ജറ്റ്സ്. പക്ഷെ അവളുടെ കൂട്ടുകാർ ആ സമയത്ത് ലാപ്ടോപ്പിലും ഫോണിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഷീ ബേക്ക് ദ കേക്ക് ഓൾ ബൈ ഹെർസെൽഫ്. അവൾ ആ കേക്ക് അവൾ ഉണ്ടാക്കിയെടുത്തു. വെൻ ദ കേക്ക് വാസ് റെഡി ഹർ ഫ്രണ്ട്സ് കെയിം ടു ഈറ്റ് ഇറ്റ്. കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഫ്രണ്ട്സ് കഴിക്കാനായിട്ട് വന്നു. അപ്പോൾ അവൾ എന്താ ചോദിച്ചത്? ഹൂ ഡിഡ് ഓൾ ദ വർക്ക്? ദ ഹെൻ ആസ്ക്ഡ്. ഈ ജോലിയെല്ലാം ചെയ്തത് ആരാണ്? യു ഓൾ സെഡ്. അവരെല്ലാം എന്ത് പറഞ്ഞു? നീയാ ചെയ്തത്. ഇഫ് സോ ഹൂ ഡിസേർവ്സ് ദ കേക്ക്? ദ ഹെൻ ആസ്ക്ഡ്. അങ്ങനെയാണെങ്കിൽ ഈ കേക്കിന്
ആരാണ് അർഹരായിട്ട് അല്ലെങ്കിൽ ആർക്ക് അർഹതപ്പെട്ടതാണ് എന്ന് ചോദിച്ചപ്പോൾ ഹെർ ഫ്രണ്ട്സ് അണ്ടർസ്റ്റുഡ് ദ മിസ്റ്റേക്ക്, അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലായി. ദേ ഫെൽറ്റ് അഷെയിംഡ്, അവർക്ക് വളരെ നാണക്കേട് തോന്നി. ഡോണ്ട് വറി, ദിസ് ടൈം ഐ ഷാൽ ഷെയർ ദ കേക്ക് വിത്ത് യു, ബട്ട് ഡോണ്ട് ബി ലേസി എനി മോർ. കുഴപ്പമില്ല, നിങ്ങൾ വിഷമിക്കണ്ട, ഇപ്രാവശ്യം നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യാം, കേക്ക് നിങ്ങൾക്ക് ഞാൻ തരാം, പക്ഷേ ഇനി നിങ്ങളിതുപോലെ മടി കാണിക്കരുത്. ഇനി നോക്കിക്കേ, റീകാസ്റ്റ് ദ സ്റ്റോറി ഇൻ മൈ വേർഡ്സ്. നിങ്ങളുടെ തന്നെ വാക്കിൽ ഈ സ്റ്റോറി റീകാസ്റ്റ് ചെയ്യാനാണ്, നിങ്ങളുടെ വാക്കുകളിൽ കഥ പറയാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഹൂ ഈസ് ഇൻ ദ പിക്ചർ, ഈ പിക്ചറിൽ ആരാണ്? ഇനി അതുപോലെ വാട്ട് കൈൻഡ് ഓഫ് എ മാൻ വാസ് ഹീ, എങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം? ഹാർഡ് വർക്കിംഗ് ആയിരുന്നു, ഓണസ്റ്റ് ആയിട്ടുള്ള മനുഷ്യനായിരുന്നു. ഇനി ഹൗ ഡിഡ് ഹി ഗെറ്റ് എ ഗോൾഡ് കോയിൻ, എങ്ങനെയാണ് ആ ഗോൾഡ് കോയിൻ അദ്ദേഹത്തിന് കിട്ടിയത്? അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക്, ഏണിങ്സ്, ഒരുപാട് നാളത്തെ ഏണിങ്സിൽ നിന്നാണ് അദ്ദേഹം അത് വാങ്ങിയത്. വാട്ട് ഡിഡ് ഹി ഡു വിത്ത് ദ ഗോൾഡ് കോയിൻ, ആ ഗോൾഡ് കോയിൻ ഉപയോഗിച്ച് അദ്ദേഹം എന്ത് ചെയ്തു? വാട്ട് വാസ് ദ വിഷ് ഓഫ് ദ ഫാമേഴ്സ് വൈഫ്, ഫാമറിൻ്റെ വൈഫിൻ്റെ ആഗ്രഹം എന്തായിരുന്നു? വാട്ട് ഡിഡ് ദ ഫാമേഴ്സ് വൈഫ് ടെൽ ഹിം, എന്താണ് ഫാർമറിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞത്? വാട്ട് ഡിഡ് ദ ഫാമർ ഡു ദെൻ, എന്നിട്ട് ഫാമർ എന്താണ് ചെയ്തത്? വാട്ട് ഡിഡ് ദ കിങ് ഗീവ് ദ ഫാമർ, രാജാവ് എന്താണ് ഫാമറിന് കൊടുത്തത്? വൈ വാസ് ദ കിങ് ആൻഡ് ദ ഫാമർ ഹാപ്പി, എന്തുകൊണ്ടായിരുന്നു? കിങ്ങിന് അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കിനെ പറ്റി, അതുപോലെ സത്യസന്ധത, ഓണസ്റ്റിയെ പറ്റി മനസ്സിലായപ്പോൾ രാജാവിന് സന്തോഷമായി. അതുപോലെ ഫാർമറിന് അദ്ദേഹത്തിന് ഗോൾഡ് കോയിൻസ് കിട്ടിയപ്പോൾ അദ്ദേഹത്തിനും സന്തോഷമായി. ഇതിന് നിങ്ങളുടെ തന്നെ വേർഡിൽ എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഇനി ആക്ടിവിറ്റി 18 ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചൊരു സ്റ്റോറി എഴുതാനായിട്ടാണ്, അത് നിങ്ങൾ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ഒരു ക്യാറ്റ് ഉണ്ടല്ലേ, ഈ ക്യാറ്റിന് നിങ്ങൾക്കൊരു പേര് കൊടുക്കുക. ഇപ്പം എന്താ, ടോം എന്ന് പറയുന്ന ഈ ക്യാറ്റ് എങ്ങനെയായിരുന്നു അവൻ സ്കൂൾ വിട്ട് വരുമ്പോൾ അവൻ എന്ത് ചെയ്യും? ഭയങ്കര നോട്ടി ആയിരുന്നല്ലേ. അവൻ സ്കൂൾ വിട്ട് വരുമ്പോൾ അവൻ്റെ സാധനങ്ങളൊക്കെ റൂമിൽ വലിച്ചെറിയും, അതുപോലെ കിച്ചണിൽ സാധനങ്ങളൊക്കെ ഇങ്ങനെ എറിഞ്ഞ് പൊട്ടിക്കും. ഇനി അവൻ്റെ ഡ്രസ്സൊക്കെ കണ്ടോ, അവിടെ എടുത്ത് ഇങ്ങനെ എറിഞ്ഞിട്ട് അവൻ ഗാഡ്ജറ്റ്സൊക്കെ നോക്കി ഇരിക്കും. അവൻ്റെ അമ്മ വഴക്ക് പറയുമ്പോഴോ അവൻ അമ്മയോട് അതൊന്നും അമ്മ പറയണ്ട എന്ന് പറഞ്ഞ് അമ്മയോട് തിരിച്ച് ചോദ്യം ചെയ്യുകയാണല്ലേ. ഇപ്പോൾ ഒരു ദിവസം എന്താണ് ക്ലാസ്സിൽ എന്താണ് ടീച്ചർ പറയുന്നത്? നീറ്റ് ക്ലീൻ, അവിടെ ബോർഡിൽ കാണാൻ പറ്റും, ക്ലീൻ ചെയ്യേണ്ടതിനെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ അവനത് ശ്രദ്ധിച്ച് കേട്ടു. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അവൻ എന്താ ചെയ്തത്? അവൻ ബ്രൂമൊക്കെ എടുത്തുകൊണ്ട് വന്ന് എല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങി. അവൻ്റെ അമ്മയും ഇത് കണ്ടപ്പോൾ അവനെ ഹെൽപ്പ് ചെയ്തു. പിന്നെ ടീച്ചർ തിരിച്ച് അവൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അവൻ്റെ വീട് വന്ന് കാണുമ്പോൾ എങ്ങനെയാണ് വീടൊക്കെ കിടക്കുന്നത്? നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ടീച്ചറിനും അതുപോലെ അവൻ്റെ അമ്മയ്ക്കുമൊക്കെ ഒരുപാട് സന്തോഷമായി. ഈ ഒരു സ്റ്റോറി നിങ്ങളുടെ വേർഡ്സിൽ നിങ്ങൾ തന്നെ എഴുതാനായിട്ട് ട്രൈ ചെയ്യുക. ആക്ടിവിറ്റി 14 നോക്കിക്കേ, ഒരു വീഡിയോ ക്ലിപ്പ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഫെസ്റ്റിവൽസിൻ്റെ സമയമാണല്ലേ, അപ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ളൊരു ഫെസ്റ്റിവലിന് വീഡിയോ പ്രിപ്പയർ ചെയ്ത് ടീച്ചറിന് സെൻഡ് ചെയ്യാനാണ്. ഓഡിയോ ഡയറി എന്ന് പറയുന്നത് റെക്കോർഡ് ആൻഡ് ഓഡിയോ നറേഷൻ ഓഫ് ദ വേരിയസ് ജോബ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി ആൻഡ് സെൻഡ് ഇറ്റ് ടു യുവർ ടീച്ചർ. നിങ്ങളുടെ സ്ഥലത്തുള്ള എന്തൊക്കെ ജോലികളാണ് അതിനെപ്പറ്റി ഒരു ഓഡിയോ നറേഷൻ റെക്കോർഡ് ചെയ്യുക, ടീച്ചറിന് സെൻഡ് ചെയ്യുക. ഇത്രയാണ് ആക്ടിവിറ്റി 14 ഉള്ളത്. ഇത്രയാണ് നമ്മുടെ ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്